ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊഴുക്കട്ടയാണ്. അതായത് അവൽ കൊഴുക്കട്ടയാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏത് കറി കൂട്ടി വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. നമ്മുടെ കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കുതിർത്ത് എടുക്കണം. അതിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ അവലൊന്ന് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ അവൽ നന്നായിട്ട് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഒരു 10 മിനിറ്റത്തേക്ക്. ഇനി ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കൈകൊണ്ട് തന്നെ കുറച്ച് നമ്മുടെ ഉഴുന്നുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചോപ്പ് ചെയ്തതും, ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറിവേപ്പില. ഇതിന് പകരം മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് കൂടുതലായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെയൊക്കെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവേ. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതാ കണ്ടില്ലേ, നമ്മുടെ അവലൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടൊക്കെ ഞാനൊരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അവലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിത് കൊഴുക്കട്ടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അവല് കൊണ്ട് ഇത്രയും കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു അല്പം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ കൊഴുക്കട്ട വെച്ച് കൊടുക്കാനായിട്ട്. നന്നായിട്ട് വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടേ ഉള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അവലായതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങാ ചട്നിയാണ് ഇത് കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ചട്നി കൂട്ടി ഇത് നമ്മുടെ ഈ കൊഴുക്കട്ട കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.